ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ആമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ആമ്പൂർ എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആമ്പൂർ ബിരിയാണിക്ക് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ആമ്പൂർ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടെയാണ്. നമ്മുടെ കൃഷ്ണഗിരിയിൽ നിന്നും വേലൂർക്ക് പോകുന്ന വഴിയിലുള്ള ഒരു സ്ഥലമാണ് ഈ ആമ്പൂർ എന്ന് പറയുന്നത്. ബിരിയാണിക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഒരു പുതിയൊരു കടയും കൂടെ വന്നിട്ടുണ്ട്, ഒരു ജ്യൂസ് കട. ആ ജ്യൂസ് കടയിൽ നമ്മൾ ഒരു ജ്യൂസ് കുടിച്ചാൽ ഒരു ജ്യൂസ് ഫ്രീ ആണ്. അപ്പം നമ്മളൊരു 5 ജ്യൂസ് മേടിച്ചാൽ 5 ജ്യൂസ് ഫ്രീ കിട്ടുന്ന ഒരു കട വന്നിട്ടുണ്ട്. അവർക്ക് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിപ്പോൾ അവിടെ വന്നിട്ടുള്ളത്, അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. നമ്മൾ രാത്രി കാലങ്ങളിൽ കച്ചവടങ്ങൾ നടക്കുന്ന ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്. ചെറുതല്ല, അത്യാവശ്യം വലിയ മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ സാധനങ്ങളും കിട്ടും അവിടെ. എല്ലാം ചെറിയ 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 കടകൾ, കുഞ്ഞു കുഞ്ഞു കടകളാണ്. എല്ലാവിധ സാധനങ്ങളും മേടിക്കാൻ പറ്റും. നൈറ്റാണ് ഏറ്റവും കൂടുതൽ കച്ചവടങ്ങളും കാര്യങ്ങളും നടക്കുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. നമുക്ക് ചുമ്മാ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നല്ല രസമാണ്. ഒരു പ്രത്യേക ഒരു ഫീലാണ്. കാരണം പഴയ രീതിയിലുള്ള കടകളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചെറിയ ചെറിയ കടകളാണ്. പച്ചക്കറി ആണെങ്കിലും ശരി, അരിയും മറ്റ് പലചരക്ക് സാധനങ്ങളാണെങ്കിലും ശരി, എന്ത് പൂമാർക്കറ്റ് ഉണ്ട്. പൂമാർക്കറ്റും അതേപോലെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഏരിയ അതിനായിട്ട് മാത്രമുള്ള, ഓരോ ഏരിയ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടെ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആമ്പൂരിലെ മാർക്കറ്റ് എന്ന് പറയണത് കേട്ടോ. ഇവിടെയാണ് എല്ലാ തര കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂ മാർക്കറ്റ് ഒരു സെക്ഷൻ ഉണ്ട്. നമ്മൾ അരി, ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുള്ള വേറൊരു മാർക്കറ്റ് ഉണ്ട്. ഒക്കത്തിന് സെപ്പറേറ്റ് കടകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ, ഒരു ഭയങ്കര പഴമ തോന്നിക്കുന്ന ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ കടകളെല്ലാം ചെറിയ ചെറിയ കടകളാണ്. ശരിക്കും നമുക്ക് നടന്നു പോകാനുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. ഇതിനകത്തേക്ക് വണ്ടികളും കാര്യങ്ങളൊന്നും വരില്ല. നമുക്ക് നടന്നു പോകാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. പണ്ട് നമ്മൾ പെട്ടിക്കട എന്നൊക്കെ പറയല്ലേ, അതന്നെ ശരിക്കും സംഭവം. പെട്ടിക്കട പോലത്തെ ചെറിയ ചെറിയ കടകളാണ് കേട്ടോ. പക്ഷേ എല്ലാവിധ സാധനങ്ങളും കിട്ടും. ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ, ഒരു നിശ്ചിത കോമ്പൗണ്ടിനകത്ത് മാത്രമാണ് ഈ മാർക്കറ്റ് ഉള്ളത്. ബാക്കി പുറത്തേക്ക് റോഡും കാര്യങ്ങളും വണ്ടി വരുന്ന സൗകര്യം എല്ലാം ഉണ്ട്. പക്ഷേ ഈ മാർക്കറ്റിനകത്തേക്ക് ഇല്ല. ഇപ്പോൾ ഈ പൂ മാർക്കറ്റ് പുറത്താണുള്ളത്, റോഡ് സൈഡിലാണുള്ളത്. ഈ പൂ മാർക്കറ്റിലേക്കുള്ള പൂവുകളെല്ലാം കാലത്ത് ഒരു 4 മണി, ഒരു 3 മണി റേഞ്ച് സമയത്തെ പൂവ് വരുള്ളൂ. ബാക്കിയെല്ലാം പൂ മാത്രമേ കാലത്ത് അങ്ങനെ കച്ചവടങ്ങൾ നടക്കാറുള്ളൂ. ബാക്കിയെല്ലാം ഈ രാത്രിയിലാണ് കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ പൂ മാർക്കറ്റിലേക്കുള്ള പൂവുകൾ വരുന്നത് അവർ 4 മണി 5 മണിയൊക്കെ ആവും ഏകദേശം. ഇപ്പോൾ അവർ മാല കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ കുറേ പേര് മാലൊക്കെ കെട്ടുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ അമ്പലങ്ങളിലേക്ക് വേണ്ട കുങ്കുമം, ചന്ദനം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചന്ദനത്തിരികൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും, നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം കാണാനുള്ള ഒരു ഇഷ്ടം തോന്നുന്ന കുറച്ച് കടകളും കാര്യങ്ങളും, അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു മോഡലിലാണുള്ളത് കേട്ടോ. അപ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഇത്രയാണ്. കാരണം പകൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അധികം കാണാനോ നടക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. പകൽ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ നമുക്ക് സാധനങ്ങൾ വാങ്ങാനും നോക്കി സാവധാനത്തിൽ വാങ്ങാൻ നൈറ്റ് തന്നെയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പകൽ വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പകൽ നല്ല തിരക്കും കാര്യങ്ങളായിരിക്കും. നൈറ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സാധനം ആണെങ്കിലും നമുക്ക് വളരെ സാവധാനത്തിൽ നോക്കി നടന്ന് മേടിക്കാൻ പറ്റിയൊരു ഏരിയയും കൂടെയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ പറയാനുള്ളത് ജ്യൂസ് കടനെ കുറിച്ചാണ്. ജ്യൂസ് കടനെ കാണിച്ചു തരാൻ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. ബൈ 1 get 1. അതെ, ഒരു ജ്യൂസ് വാങ്ങിയാലോ അല്ലെങ്കിൽ ഒരു ഷേക്ക് വാങ്ങിയാലോ ഒരു ഷേക്ക് ഫ്രീ, അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഫ്രീ. അപ്പോൾ ഈ കടയുടെ മുന്നിൽ തന്നെ അവർ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഒരു ജ്യൂസ് വാങ്ങിയാലും ഒരു ജ്യൂസ് ഫ്രീ എന്നുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ആംബിയൻസാണ്. ഞാൻ വരുമ്പോൾ തന്നെ നല്ല തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് പോകുന്നത് വരെ നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ ഫ്രൂട്ട്സ് സാധനങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് നല്ല നീറ്റായിട്ടും, പിന്നെ സെപ്പറേറ്റ് ഓരോ ക്യാബിനായിട്ട് വരെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഈ ബോർഡിൽ കാണുന്ന നമ്മുടെ ഈ മെനു കാർഡിൽ കാണുന്ന ഈ ഐറ്റംസ് എല്ലാം നമുക്ക് ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് മറ്റുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ബർഗർ ഉണ്ട്, മറ്റുള്ള ഐസ്ക്രീം സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം സെപ്പറേറ്റ് വേറെ ബില്ലിൽ വരും. മൊജിറ്റോസ് ഉണ്ട്, അതെല്ലാം വേറെയാണ്. നമുക്ക് ഈ പുറകിൽ കാണുന്ന ഈ ബൈ 1 get 1 എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഈ മെനുവിൽ കാണുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഒരെണ്ണം വാങ്ങിയാൽ ഒരെണ്ണം ഫ്രീ കിട്ടുന്നതാണ്. ഇത് നടത്തുന്നത് ഒരു മലയാളികളാണ് കേട്ടോ. നമ്മളെ കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിലുള്ള ഒരു മലയാളിയാണ് ഇത് നടത്തുന്നത്. ഇവർക്ക് ഇവിടെ മാത്രമല്ല, ചെന്നൈയിലും കോയമ്പത്തൂരെല്ലാം ബ്രാഞ്ചസ് ഉണ്ട്.
അപ്പം ഞാൻ ആളോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പം നമ്മൾ ഒരാളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ജ്യൂസ് ഫ്രീ കിട്ടും. അപ്പം നമ്മൾ പരമാവധി ഒരാൾ വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം 2 ജ്യൂസ് 2 ഷേക്കൊന്നും നമുക്ക് ഒരുമിച്ച് കുടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഒരു 2 ആളെങ്കിലും വരിക, എന്നിട്ട് ഒരു ജ്യൂസ് ഓർഡർ ചെയ്യുക. അപ്പോൾ 2 ജ്യൂസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കുടിച്ചിട്ട് പോകാൻ പറ്റും. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഒരു മിൻറ്റ് ലൈമും ഒരു മാംഗോ ഷേക്കും ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു 6 പീസ് ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. ഫ്രൈഡ് ചിക്കൻ നമുക്ക് അഡീഷണൽ ചാർജ് വേറെ വരും. ഈ മാംഗോ ഷേക്കും മിൻറ്റ് ലൈമും നമുക്ക് ഓരോന്നും ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് 2 വന്നിട്ടുണ്ട്. ഷേക്കും ഇതെല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നോർമൽ റേറ്റും കാര്യങ്ങളേ ഉള്ളൂ. ഷേക്കിനൊക്കെ 60 രൂപ തന്നെയുള്ള നോർമൽ റേറ്റും കാര്യങ്ങളാണ്. ക്രൗഡ് തിരക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. ഞാൻ വന്ന് പോകുന്നത് വരെ ഫുൾ തിരക്ക് തന്നെയായിരുന്നു. കുറേ പേർക്ക് ഇരിക്കാൻ സ്പേസ് ഇല്ലാത്തൊരു പ്രശ്നമൊക്കെ വന്നിരുന്നു. കുറച്ച് പേര് ഒരു ഫുൾ ഫാമിലി, വലിയൊരു ഫാമിലി തന്നെ വന്നിട്ട് കുറച്ച് അവർ ഇരിക്കാൻ സ്ഥലമില്ലാണ്ടൊക്കെ നിൽക്കണം, കുറച്ച് നേരം നിൽക്കേണ്ടിയൊക്കെ വന്നിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആമ്പൂരിക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, മാർക്കറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ, പോലീസ് സ്റ്റേഷൻ്റെയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെയും നേരെ ഫ്രണ്ടിലാണ് ഈ ഷോപ്പ് ഉള്ളത്. മാരിയോ എന്നാണ് ഷോപ്പ്. ഹോം ഡെലിവറി ആവശ്യമുള്ളവർക്ക്, ആമ്പൂര് ഉള്ള ആൾക്കാർ ഹോം ഡെലിവറി ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ സാധനം അവിടെ എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ. ആ ജ്യൂസ് കടന്ന് ഇറങ്ങിയപ്പോഴാണ് വേറൊരു കാര്യം കണ്ടത്. കാരണം ഇഷ്ടം പോലെ ഷൂസിൻ്റെ കടകളുള്ള ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ ആമ്പൂര്. കാരണം ഇവിടെ ഒരുപാട് ഫാക്ടറികളുണ്ട്, തോൽ ഫാക്ടറികൾ. അപ്പോൾ ഷൂസുകളൊക്കെ ഇവിടെ വളരെ വില കുറവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഷൂസുകളും കിട്ടും. ഒരുപാട് ഷൂസ് കടകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആമ്പൂര് വരികയാണെങ്കിൽ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.